മിൽക്കോ ചീസോ ക്രീമോ ഒന്നും ചേർക്കാതെ ഇത്ര ക്രീമി ആയിട്ടുള്ള പാസ്ത എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു ഹെൽത്തി ഓപ്ഷനും കൂടെയാണ്. ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് മത്തങ്ങ. ഒരു ചെറിയ കഷ്ണം മത്തങ്ങയും ഒരു സവാളയുടെ പകുതിയും ഒരു ചെറിയ തക്കാളിയും കുറച്ചല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ച് ആദ്യം വെളുത്തുള്ളി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ക്യൂബ്സ് ആയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സവാള ഇട്ട് 1 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം തക്കാളി ഇട്ട് വീണ്ടും സോട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പംകിൻ എടുക്കുക. ഇനി ഇത് ഒരു ഹൈ ഫ്ലെയിമിലിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് ഇത് നന്നായിട്ട് കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൈം കൊണ്ട് നമുക്ക് പാസ്ത ഒന്ന് വേവിച്ച് വെക്കാം. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാസ്തയും ആവശ്യത്തിന് ഉപ്പും ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഏകദേശം 2 കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത്. മത്തങ്ങയിലേക്ക് ഞാൻ അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പാസ്തയും കുക്കായി കിട്ടും. തണുത്തതിന് ശേഷം ആ മത്തങ്ങ നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എനിക്ക് പാസ്തയിൽ ഇതുപോലെ ഇടയ്ക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്യാപ്സിക്കവും ക്യാരറ്റും വേറെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ആ വെജിറ്റബിൾസിലേക്ക് നമ്മുടെ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ അല്പം പാസ്ത വാട്ടറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും പാസ്ത അല്ലെങ്കിൽ ഒറിഗാനോ സീസണിങ്ങും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സോസ് ഒന്ന് തിക്കായി കഴിയുമ്പോൾ നമുക്ക് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി പാസ്ത റെഡിയാണ്. വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ പാസ്തയിലോ നൂഡിൽസിലോ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ക്രീമി പാസ്ത റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.